മത്സരം കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും രോമം എണീറ്റ് നിന്ന് സെല്യൂട്ടടിച്ച പോരാട്ടം. ഫുട്ബോൾ ലോകം കണ്ട, വേൾഡ് കപ്പ് കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവിൻ്റെ പോരാട്ടം. അവിശ്വസനീയം അർജന്റീന. ഫുട്ബോൾ ലോകത്തിന് ഇത് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല. അവിശ്വസനീയം ലിയോ മെസ്സി. താങ്കൾ എന്തൊരു മനുഷ്യനാണ്. 2 ഗോളുകൾക്ക് പിറകിൽ നിന്ന ശേഷം വേൾഡ് കപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചുവരവ് നടത്തി അർജന്റീന വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. ആ രോമാഞ്ച മത്സരം ഇങ്ങനെയായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അർജന്റീൻ മുന്നേറ്റങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് മത്സരം ആരംഭിച്ചത്. സ്കലോണിയുടെ തനത് ശൈലിയായ ബോൾ പൊസിഷൻ കൺട്രോളിൽ അർജന്റീന മുന്നിട്ട് നിന്നു. എന്നാൽ അധികം വൈകും മുമ്പ് ഈജിപ്തിന്റെ ഹൈ ഇന്റൻസിറ്റി ഫുട്ബോളിലൂടെ അർജന്റീന ഡിഫൻസിലോട്ട് പിൻവലിയുന്നു. അധികം വൈകാതെ മത്സരത്തിന്റെ 16-ാം മിനിറ്റിൽ ഈജിപ്തിന് അനുകൂലമായ കോർണർ കിക്ക്. ഈജിപ്ത് ഷോർട്ട് കോർണർ എടുക്കുന്നു. പന്ത് അർജന്റീൻ ബോക്സിലേക്ക് താഴ്ന്നിറങ്ങി വരുന്നു. തക്കം പാർത്തിരുന്ന ഈജിപ്ത് സൂപ്പർ താരം ഇബ്രാഹിമിന്റെ തകർപ്പൻ ഹെഡർ ഗോൾ കീപ്പറെയും ബീറ്റ് ചെയ്ത് ബോക്സിലേക്ക് പതിക്കുമ്പോൾ തിങ്ങി നിറഞ്ഞ അർജന്റീൻ ആരാധകർ നിശബ്ദരാകുന്നു. ഫുട്ബോൾ ലോകത്തിന് മുന്നിലിതാ, അർജന്റീനക്ക് മുന്നിലിതാ ഈജിപ്ത് ഒരു ഗോൾ നേടിയിരിക്കുന്നു. മത്സരത്തിന് പ്രായം വെറും 15 മിനിറ്റ് മാത്രം. സൂപ്പർ താരം ഡിഫൻഡർ ഇബ്രാഹിമിന്റെ തകർപ്പൻ ഹെഡർ തടുക്കാൻ ലിസാൻഡ്രോ മാർട്ടിനസിനോ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിനോ ഒന്നും സാധിക്കുന്നില്ല. മനോഹരമായ ഗോളിലൂടെ ഈജിപ്ത് ദാ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ലിസാൻഡ്രോയുടെ കൃത്യമായ മാർക്കിങ്ങിന് പോലും അദ്ദേഹത്തെ ലഭിച്ചില്ല. ഇബ്രാഹിമിന്റെ തകർപ്പൻ ഹെഡർ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന് അനായാസം മറികടന്ന് വലയിലേക്കെത്തുന്നു. ഇതാ ലോകരാജാക്കന്മാരായ അർജന്റീന ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്തിനെതിരെ 1 ഗോളിന് പിന്നിൽ. ഇബ്രാഹിമിന്റെ തകർപ്പൻ ഗോളിലൂടെയാണ് അർജന്റീനയെ ബീറ്റ് ചെയ്തുകൊണ്ട് മത്സരത്തിന്റെ 15-ാം മിനിറ്റിൽ തന്നെ ഈജിപ്ത് മുന്നിലെത്തുന്നത്. എന്നാൽ അധികം വൈകും മുമ്പ് കാര്യങ്ങൾ മാറി മറയുന്നു. മത്സരം ഒപ്പം പിടിക്കാൻ അർജന്റീനക്ക് സുവർണ അവസരം. അർജന്റീനക്ക് അനുകൂലമായി പെനാൽറ്റി കിക്ക്. മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഈജിപ്തിനൊപ്പം പിടിക്കാനുള്ള സുവർണ അവസരമാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് ലഭിച്ചത്. സൂപ്പർ താരത്തെ ബോക്സിൽ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് അർജന്റീനക്ക് അനുകൂലമായ പെനാൽറ്റി. പക്ഷേ വീണ്ടും ലിയണൽ മെസ്സിയുടെ പെനാൽറ്റി പായാകുന്നു. ഈജിപ്ത് ഗോൾ കീപ്പർ തൻ്റെ വലത് സൈഡിലോട്ട് ഒരു മുടുനീളൻ ഡൈവിലൂടെ ലിയണൽ മെസ്സിയുടെ പെനാൽറ്റി തടഞ്ഞിടുന്നു. അതേ മുന്നിലെത്താനുള്ള സുവർണ അവസരം മെസ്സി പാഴാക്കിയിരിക്കുകയാണ്. ഒപ്പം പിടിക്കാനുള്ള അർജന്റീൻ ശ്രമം പരാജയപ്പെട്ടതോടെ ഈജിപ്തിന്റെ കൗണ്ടർ അറ്റാക്കുകൾ വീണ്ടും കണ്ടു തുടങ്ങി. പക്ഷേ അർജന്റീന പൊരുതി തന്നെ നിന്നു. 1 ഗോൾ ആദ്യ പകുതിയിൽ തന്നെ എങ്ങനെയെങ്കിലും തിരിച്ചടിക്കണമെന്ന വലിയ പ്രതീക്ഷയോടെയായിരുന്നു അർജന്റീൻ താരങ്ങൾ നിരന്തരം ഈജിപ്ത് ബോക്സിലേക്ക് ക്രോസുകളും ത്രൂ ബോളുകളുമായി നിറഞ്ഞു കളിച്ചത്. എന്നാൽ അർജന്റീനയുടെ ബിൽഡപ്പ് പ്ലേകൾ പലതവണ കണ്ടെങ്കിലും ഒന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ അർജന്റീനക്ക് സാധിച്ചില്ല. ഇതിനിടെ സൂപ്പർ താരമായ മുഹമ്മദ് സലാഹിന്റെ ക്യൂക്ക് കൗണ്ടറുകൾ പലതവണ നമ്മൾ കണ്ടു. ഈജിപ്ത് ഗോൾ കീപ്പറുടെ മികച്ച പ്രകടനം തന്നെ ആദ്യ പകുതിയിൽ ഗോളൊന്നും വഴങ്ങാതെ മത്സരം 1-0 എന്ന നിലയിൽ അവസാനിക്കുകയാണ്. ഈജിപ്ത് 1 ഗോളിന് മുന്നിൽ. 2-ാം പകുതി ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് തിരിച്ചു വരാൻ പറ്റുമോ? ഫുട്ബോൾ ലോകം കാത്തിരുന്നു. 2-ാം പകുതിയിൽ ബോൾ പൊസിഷൻ കൈവച്ച് അർജന്റീന നിരന്തരം ഈജിപ്ത് ബോക്സിലേക്ക് ആർത്തിരമ്പി ആക്രമിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ ലക്ഷ്യം കണ്ടില്ല. നിരന്തര ആക്രമണങ്ങൾക്കും ഈജിപ്തിന്റെ പ്രതിരോധവും ഗോൾ കീപ്പറും ചെറുത്തു തന്നെ നിന്നു. ഈജിപ്തിനെതിരെ അർജന്റീനക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. ഇതിനിടെ ഫുട്ബോൾ ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് ഈജിപ്ത് തങ്ങളുടെ 2-ാം ഗോൾ നേടുകയാണ്. പക്ഷേ ഇത് ഫൗൾ ആയതിനാൽ ഡിസലവ് ചെയ്യുന്നു. അർജന്റീനയുടെ സന്തോഷത്തിന് അധികായുസുണ്ടായിരുന്നില്ല. ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം വിറപ്പിച്ചുകൊണ്ട് ഈജിപ്തിന്റെ 2-ാം ഗോൾ. മത്സരത്തിന് പ്രായം 69 മിനിറ്റ്. അർജന്റീൻ ഡിഫൻസിലെ എല്ലാം വലിച്ചു കീറിക്കൊണ്ട് വലത് വിങ്ങിലൂടെ വന്ന ക്യുക്ക് കൗണ്ടർ. അർജന്റീൻ താരങ്ങളുടെ ഹൈ ഡിഫൻസിനെ പൊട്ടിച്ചുകൊണ്ട് മത്സരത്തിന്റെ 68-ാം മിനിറ്റിൽ സീക്കോ നേടിയ ഗോളിലൂടെ ഈജിപ്ത് ഇതാ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ലോക ചാമ്പ്യന്മാർക്കെതിരെ 2 ഗോളിന്റെ ലീഡ്. മത്സരം ടൈം ക്ലോക്കിൽ 70 മിനിറ്റിലേക്ക് അടുക്കുന്നു. തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയം ഈജിപ്തിന്റെ ആരാധകരുടെ ആരവങ്ങളാൽ മാത്രം മുഴങ്ങി. സീക്കോയുടെ തകർപ്പൻ ഗോളിലൂടെ ഈജിപ്ത് ഇതാ 2 ഗോളിന് മുന്നിൽ. ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിനും പ്രതിരോധ നിരക്കും ഒരവസരവും പോലും നൽകാതെ ഒരു ബുള്ളറ്റ് ഷോട്ടാണ് അർജന്റീൻ ഗോൾ വലയിൽ വിശ്രമിച്ചത്. മത്സരം 70 മിനിറ്റ്. അർജന്റീന 0, ഈജിപ്ത് 2. ടൈം ക്ലോക്കിൽ 70 മിനിറ്റും പിന്നിട്ടു. വലത് കോർണർ ഫ്ലാഗിന്റെ അടുത്ത് നിന്നും പന്ത് സ്വീകരിച്ച് ലിയണൽ മെസ്സി മനോഹരമായി ബോക്സിലേക്ക് താഴ്ന്നിറങ്ങി ഒരു ക്രോസ് നൽകുന്നു. തക്കം പാർത്തിരുന്ന ക്രിസ്റ്റ്യാനോ റൊമേറോ ഈജിപ്തിന്റെ പ്രതിരോധത്തെ അനായാസം മറികടന്നുകൊണ്ട് ഒരു തകർപ്പൻ ഹെഡറിലൂടെ ഗോൾ വല ചലിപ്പിക്കുന്നു.
ടൈം ക്ലോക്കിലെ 80-ാം മിനിറ്റിൽ ഇതാ ഒരു ഗോൾ തിരിച്ചടിച്ചിരിക്കുന്നു അർജന്റീന. ആശ്വാസ ഗോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി തിരിച്ചു വരാൻ ടൈം ക്ലോക്കിൽ ബാക്കിയുള്ളത് വെറും 10 മിനിറ്റുകൾ മാത്രം. അങ്ങനെ സമയം മുന്നോട്ട് പോയി. വെറും 3 മിനിറ്റുകൾക്കകം മത്സരത്തിൻ്റെ 83-ാം മിനിറ്റിൽ മെസ്സി തന്നെ ഉണ്ടാക്കിയെടുത്ത മുന്നേറ്റത്തിനൊടുക്കം ലിയോ മെസ്സി ബോക്സിനകത്ത് നിന്നുള്ള തകർപ്പൻ ഷോട്ട്. ഈജിപ്ത് ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ ഗോൾ പോസ്റ്റിൻ്റെ മോന്തായം തുളഞ്ഞൊരു ഷോട്ട്. ഇതാ ലിയണൽ മെസ്സിയുടെ ഗോളിലൂടെ അർജന്റീന മത്സരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ആദ്യം അസിസ്റ്റിലൂടെ ഒരു ഗോളിന് സംഭാവന നൽകിയ ലിയോ ഇതാ 3 മിനിറ്റുകൾക്കകം താൻ ആരാണെന്ന് ഫുട്ബോൾ ലോകത്തോട് വിളിച്ചോതിയിരിക്കുകയാണ്. പെനാൽറ്റി മിസ്സാക്കിയ മെസ്സിക്ക് മുന്നിൽ ഫുട്ബോൾ ലോകം കൂവി വിളിച്ചിരുന്നു. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് കൊണ്ട് കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ച് മെസ്സിയുടെ തകർപ്പൻ ഇടങ്കാലൻ ഷോട്ട് ഈജിപ്തിൻ്റെ ഗോൾ വലയിൽ തുളച്ചു കയറുന്നു. തിങ്ങി നിറഞ്ഞിരുന്ന 10,000-ങ്ങൾ അന്തം വിട്ടു നിന്ന നിമിഷം. തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ അർജന്റീന ആരാധകരുടെ ആർത്തുവിളികളാൽ സ്റ്റേഡിയം പ്രകമ്പനം കൊണ്ട നിമിഷം. ഇതാ 5 മിനിറ്റിനിടെ 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അർജന്റീന കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. മെസ്സിയുടെ പ്യുവർ മാജിക്കിൽ ഇതാ ഈജിപ്ത് വിറച്ചിരിക്കുന്നു. അർജന്റീനയെ വിറപ്പിച്ച് ഈജിപ്തിനെ 5 മിനിറ്റ് കൊണ്ട് ലിയോ വിറപ്പിച്ചിരിക്കുന്നു. മത്സരം 2-2. കളി അധിക സമയത്തേക്ക് നീളുമെന്ന് തോന്നിപ്പിച്ച് മത്സരത്തിൽ എക്സ്ട്രാ ടൈമായി വിധിച്ചത് 7 മിനിറ്റുകൾ. ഇതിനിടെ മുഹമ്മദ് സലാഹിന്റെ ഒരു ക്വിക്ക് കൗണ്ടർ അർജന്റീന ബോക്സിലേക്ക് വരുന്നു. അതിവേഗ കൗണ്ടർ. അർജന്റീൻ ഡിഫൻസിൽ 2 പേർ മാത്രം. ലിയാൻഡ്രോ പെരഡസിന്റെ തൻ്റെ കാലുകൊണ്ട് ഒരു മനോഹരമായ ടാക്കിൾ നടത്തുന്നു. മനോഹരമായ ഇന്റർസെപ്ഷനിലൂടെ പന്തിനെ തിരിച്ചു പിടിക്കുന്നു. അർജന്റീന വീണ്ടും രക്ഷപ്പെട്ട നിമിഷം. ടൈം ക്ലോക്കിൽ 93 മിനിറ്റ് പിന്നിടുന്നു. വലത് വിങ്ങിലൂടെ സൂപ്പർ താരം മുഹമ്മദ് സലാഹ് ബോക്സിലേക്ക് കുതിക്കുന്നു. നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയുടെ കൃത്യതയാർന്ന ഇന്റർസെപ്ഷൻ. പന്തുമായി അർജന്റീന കുതിക്കുന്നു. സൂപ്പർ താരമായ ലൗതാരോ മാർട്ടിനസിലേക്ക് പന്ത് നീട്ടി നൽകുന്നു. ഈജിപ്ത് ബോക്സിലേക്ക് നോക്കിയ ലൗതാരോ മാർട്ടിനസ് മനോഹരമായ ഒരു അളന്നു കുറിച്ച ക്രോസ് സ്വീകരിച്ച എൻസോ ഫെർണാണ്ടസിന്റെ ഹെഡർ ഗോൾ വലയിൽ ചെന്ന് പതിക്കുന്നു. മത്സരത്തിന്റെ 93-ാം മിനിറ്റിൽ ലോകം കണ്ട എക്കാലത്തെയും വലിയ തിരിച്ചുവരവുകളിലൊന്നിന് ഫുട്ബോൾ ലോകം സാക്ഷിയാവുകയാണ്. എൻസോയുടെ തകർപ്പൻ ഹെഡറിലൂടെ ഈജിപ്തിന്റെ കോട്ട പൊളിയുന്നു. 2 ഗോളുകൾക്ക് പിന്നിലായ അർജന്റീന ഇതാ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അവിസ്മരണീയമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. മത്സരത്തിന്റെ 79 മിനിറ്റ് വരെ പിന്നിൽ പോയ അർജന്റീന മെസ്സിയുടെ അസിസ്റ്റിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഗോളിൽ മത്സരത്തിന്റെ 79-ാം മിനിറ്റിൽ ഒരു ഗോൾ തിരിച്ചടിക്കുന്നു. 83-ാം മിനിറ്റിൽ ലിയോ മെസ്സിയുടെ ഗോളിൽ തന്നെ ഒപ്പം പിടിക്കുന്നു. 93-ാം മിനിറ്റിൽ സൂപ്പർ താരം എൻസോയുടെ ഗോളിലൂടെ വിജയം നേടുന്നു. ദി അബ്സല്യൂട്ട് സിനിമ. അല്ലാതെ ഈ മത്സരത്തെ എന്തു വിശേഷിപ്പിക്കാനാണ്. ഒടുവിൽ ലിയണൽ മെസ്സിയെ അർജന്റീൻ താരങ്ങൾ ആഘോഷത്തോട്ട് വാനോളം ഉയർത്തിയെറിയുന്നു. താങ്കൾക്ക് പ്രിയപ്പെട്ടവന് കൃത്യമായ സമയത്ത് തന്നെ തൻ്റെ മാജിക്ക് ഇടംകാല് കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു. എന്തു സംഭവിച്ചെന്നറിയാതെ സ്കലോണിയും ഒരേ നിൽപ്പായിരുന്നു. ഒടുക്കം ഫുട്ബോൾ ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് അർജന്റീന തിരിച്ചുവരവ്. വേൾഡ് കപ്പിൽ ഇതാ അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. വാട്ട് എ മാച്ച്, വാട്ട് എ കംബാക്ക്.